പ്രായമായവർക്ക് നമ്മൾ എത്ര സുരക്ഷ കൊടുത്താലും അവരുടെ ആകാംക്ഷ കുറയുന്നില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനാകും? ഇവിടെ കെയർ എന്ന വാക്ക് ഓർക്കുക. സി എന്നാൽ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. എന്തിനാ ടെൻഷൻ അടിക്കുക എന്ന് പറയുന്നതിന് പകരം എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കുക. ഡെയിലി ഒരു 10-15 മിനിറ്റ് ഇതിനു വേണ്ടി ചിലവഴിക്കുക. എ എന്നാൽ അപ്രീഷിയേഷൻ ആണ്. അവരെ അഭിനന്ദിക്കണം. ഉദാഹരണത്തിന്, അച്ഛൻ അന്ന് പറഞ്ഞ ഒരു നിർദ്ദേശം എനിക്ക് ഓഫീസിൽ ഉപകാരപ്പെട്ടു. അമ്മ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത കഥ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത്തരം ചെറിയ ചെറിയ അഭിനന്ദനങ്ങൾ അവർക്ക് കൊടുക്കുക. അവർക്കത് ഇഷ്ടപ്പെടും. ആർക്കാണ് അഭിനന്ദനം ഇഷ്ടപ്പെടാത്തത്, അല്ലേ? 6 എന്നാൽ റെസ്പെക്റ്റ് ഇൻഡിപെൻഡൻസ് ആണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇഷ്ടമാണ്, അല്ലേ? അവർക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക. അത് പതുക്കെ ആയിരിക്കും, പക്ഷെ അത് ചെയ്യാൻ അനുവദിക്കുക. അവരുടെ തുണികൾ മടക്കാൻ അവരെ അനുവദിക്കുക. അവർക്ക് തോട്ടം നനയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാൻ അനുവദിക്കുക. അല്ലെങ്കിൽ അവർക്ക് അടുക്കളയിൽ എന്തെങ്കിലും കറികൾ നുറുക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാൻ അനുവദിക്കുക. ഇ എന്നാൽ എൻഗേജ് സോഷ്യലി. ഒരു പ്രായം കഴിഞ്ഞാൽ പലരും പൊതു ചടങ്ങുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അവർക്ക് അവർ പറയുന്നത് മനസ്സിലാവുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് തോന്നിയിട്ടായിരിക്കും. പക്ഷെ അങ്ങനെ മാറി നിൽക്കുമ്പോൾ പിന്നെ അവർ വീട്ടിൽ ഒതുങ്ങിപ്പോകും. അതിന് പകരം അവരെ നമ്മൾ പൊതു ചടങ്ങുകളിലേക്ക് കൊണ്ടുവരിക. കുടുംബ സദസ്സിൽ അവർക്ക് വിളക്ക് കത്തിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലാനോ ലഘുവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവർക്ക് ഒരു പൊസിഷൻ കൊടുക്കുക. കെയർ എന്ന വാക്കിലെ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മുതിർന്നവർക്ക് അവർ ഒരു ബാധ്യതയല്ല എന്നൊരു തോന്നലും, അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, സമൂഹത്തിന് അവരാവശ്യമുണ്ട് എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാവും. ഇത് മതി അവർക്ക് മുന്നോട്ട് പോകാൻ. ഇന്ന് തന്നെ ശ്രമിച്ചു നോക്കൂ.